ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. ഇരട്ട അധികാരം എന്ന ആശയത്തെ ചോദ്യം ചെയ്ത് കോൺഗ്രസിൽ നിന്ന് ദിഗ്വിജയ് സിംഗിന്റെ ശബ്ദമുയരുന്നു. ഭരണത്തലവനും പാർട്ടി തലവനും ഒരാളായിരിക്കണമെന്നാണ് AICC ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം. പ്രധാനമന്ത്രിക്ക് കൂടുതൽ അധികാരങ്ങൾ വേണമെന്നും ദിഗ്വിജയ് സിംഗ് അഭിപ്രായപ്പെടുന്നു. പുതിയ ചർച്ചകൾക്ക് വഴിമരുന്നാകുമോ ദിഗ്വിജയ് സിംഗിന്റെ ഈ പ്രസ്താവന? ആദ്യം പ്രധാന വാർത്ത. 161 കോടിയുടെ വിൽപ്പന നികുതി കുടിശ്ശികയാണ് സംസ്ഥാനത്തെ വിവിധ കമ്പനികൾ വരുത്തിയിരിക്കുന്നത്. ഇതിൽ 2150 കോടി രൂപയും വിവിധ പൊതുമേഖലാ ഓയിൽ കമ്പനികളുടേതാണ്. വൻകിടക്കാരെ തൊടാൻ സംസ്ഥാന സർക്കാർ മടിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ച രേഖകൾ. വിൽപ്പന നികുതിയിൽ വൻ ക്രമക്കേട്. വൻകിടക്കാരിൽ നിന്ന് നികുതി പിരിക്കാൻ സർക്കാർ അലംഭാവം കാട്ടുന്നു. നികുതി കുടിശ്ശിക 5163 കോടി. കുടിശ്ശിക വരുത്തിയതിൽ പൊതുമേഖലാ എണ്ണ കമ്പനികളും. രേഖകൾ മീഡിയ വണ്ണിന്. നികുതി കുടിശ്ശിക പിരിക്കാത്തതിൽ പുതുമയൊന്നുമില്ലെന്ന് ധനമന്ത്രി KM മാണി. സൂര്യനെല്ലി കേസിൽ രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യന് നോട്ടീസ് അയക്കാൻ തൊടുപുഴ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. കേസിലെ പ്രതി ധർമ്മരാജനെ മെയ് 29 കോടതിയിൽ ഹാജരാക്കാനും കോടതി. കൂടംകുളത്തിൽ റഷ്യയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. ആണവ നിലയം അടുത്ത മാസം തന്നെ പ്രവർത്തനം തുടങ്ങും. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം റഷ്യൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ. പ്രഖ്യാപനം തട്ടിപ്പെന്ന് കൂടംകുളം സമരസമിതി. സമരം ശക്തമായി തുടരുമെന്നും സമരസമിതി നേതാവ് SP ഉദയകുമാർ. സർക്കാർ ആശുപത്രികളിൽ നിന്ന് രക്തം സ്വീകരിച്ച പെൺകുട്ടിക്ക് HIV സ്ഥിരീകരിച്ചു. രക്തം സ്വീകരിച്ചത് മാനന്തവാടി സർക്കാർ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും. മാതാപിതാക്കൾക്ക് HIV ബാധയില്ലെന്ന് സ്ഥിരീകരണം. സൗദിവൽക്കരണം ഉറപ്പാക്കാനുള്ള സമയപരിധി അവസാനിച്ചു. സൗദിയിലെ സ്ഥാപനങ്ങളിൽ തദ്ദേശീയർക്ക് ജോലി ഉറപ്പാക്കണം. ശനിയാഴ്ച മുതൽ കർശന പരിശോധനയെന്ന് തൊഴിൽ മന്ത്രാലയം. 20 ലക്ഷം വിദേശികൾ തൊഴിൽ രഹിതരാകുമെന്ന് സൂചന. വൻകിടക്കാരിൽ നിന്ന് വിൽപ്പന നികുതി പിരിക്കുന്നതിൽ സർക്കാർ വൻ അലംഭാവം കാണിക്കുന്നു. വിവിധ പൊതുമേഖലാ എണ്ണക്കമ്പനികളും വൻകിട കച്ചവടക്കാരും കഴിഞ്ഞ വർഷം ജൂൺ വരെ 5163 കോടിയിലധികം വിൽപ്പന നികുതി കുടിശ്ശിക വരുത്തിയതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നികുതി പിരിഞ്ഞു കിട്ടാനുള്ളത്. 2669 കോടി രൂപ. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. 2011 ഏപ്രിൽ 1 മുതൽ 2012 ജൂൺ 30 വരെ വിവിധ വാണിജ്യ നികുതി ഓഫീസുകൾ വഴി പിരിച്ചെടുക്കാനുള്ള വിൽപ്പന നികുതി കുടിശ്ശികയുടെ കണക്കുകൾ കേട്ടാൽ ആരും അമ്പരക്കും. 5163 കോടി 4,82,000 രൂപ. 10 ലക്ഷത്തിൽ പരം കുടിശ്ശിക വരുത്തിയിട്ടുള്ള സ്ഥാപനങ്ങൾ തന്നെ 100 കണക്കിന് വരും. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ വിൽപ്പന നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയത്. 2669 കോടിയോളം രൂപ ജില്ലയിൽ പിരിച്ചു കിട്ടാനുണ്ട്. രണ്ടാം സ്ഥാനത്ത് വിവിധ വ്യവസായ സ്ഥാപനങ്ങളുള്ള പാലക്കാട് ജില്ലയാണ്. 882 കോടി രൂപ. കോഴിക്കോട് ജില്ലയിലെ 10 വാണിജ്യ നികുതി ഓഫീസുകളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമല്ല. ഇതിന് പുറമെയുള്ള വിവരങ്ങളാണ് സംസ്ഥാന വാണിജ്യ നികുതി വകുപ്പ് വിവരാവകാശ നിയമപ്രകാരം കൈമാറിയത്. വൻകിടക്കാരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പണം നൽകാനുള്ളത്. അത് ശരിയാണ്. ഭരിക്കുന്ന സർക്കാരുകൾ വൻകിടക്കാരെ തൊടാനായിട്ട് മടിക്കുന്ന നമുക്ക് ഈ രേഖകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഓരോ കമ്പനികളും ഇതിനെ തുടർച്ചയായിട്ട് കുടിശ്ശിക വരുത്തിയായിട്ട് കാണാം. അത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വ്യവസായിക ജില്ലയായ എറണാകുളം തന്നെയാണ്. അത് 2669 കോടി രൂപ ഖജനാവിലേക്ക് കിട്ടാനുണ്ട്. പൊതുമേഖലാ എണ്ണ കമ്പനികളാണ് നികുതി കുടിശ്ശിക വരുത്തിയതിൽ ഏറ്റവും മുന്നിൽ. 2150 കോടിയോളം രൂപയാണ് 2012 എണ്ണ കമ്പനികൾ നികുതി ഇനത്തിൽ അടയ്ക്കാനുള്ളത്. BPCL 1957 കോടി രൂപ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 153 കോടി രൂപ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം 38.57 കോടി രൂപ എന്നിങ്ങനെയാണ് കുടിശ്ശിക. കൊച്ചിൻ റിഫൈനറിക്ക് 650 കോടിയിലധികം നികുതി കുടിശ്ശികയുണ്ട്. ജ്വല്ലറികൾ, ഇലക്ട്രോണിക്സ് സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങി 100 കണക്കിന് സ്ഥാപനങ്ങൾ നികുതി കുടിശ്ശിക വരുത്തിയവരുടെ പട്ടികയിൽ വരും. വിപ്രോ GL ഹെൽത്ത് കെയർ ലിമിറ്റഡിന് 6 കോടിയിലധികവും ഇൻഡസ് മോട്ടോഴ്സിന് 3 കോടിയിലധികവും കുടിശ്ശികയുണ്ട്. സംസ്ഥാന ബജറ്റിൽ 1500 കോടി രൂപയാണ് നികുതി ഇനത്തിൽ കൂടുതലായി ഈ വർഷം വകയിരുത്തിയത്. വിൽപ്പന നികുതിയിൽ മാത്രം 5000 കോടി രൂപയിലധികം പിരിഞ്ഞു കിട്ടാനിരിക്കെയാണ് സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് തകർക്കുന്ന നികുതി വർധനവ്. സംസ്ഥാനത്തെ വിൽപ്പന നികുതി കുടിശ്ശിക സംബന്ധിച്ച് 2012 ജൂൺ 30 വരെയുള്ള കണക്കുകളാണിത്. ഇതിനുശേഷവും സംസ്ഥാനത്തെ നികുതി പിരിവ് കാര്യക്ഷമമല്ലെന്നാണ് വാണിജ്യ നികുതി ഓഫീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അനിൽ കാരാമൽ, മീഡിയ വൺ, കൊച്ചി. എണ്ണ കമ്പനികൾ കോടികളുടെ കുടിശ്ശിക വരുത്തിയതിന് മുൻകൂറായി വിതരണക്കാരനിൽ നിന്ന് വിൽപ്പന നികുതി ഈടാക്കിയതിനു ശേഷം വിതരണക്കാർ പിന്നീട് ഇത് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നു. നികുതി കൃത്യമായി അടയ്ക്കാത്തത് വഴി വലിയ ലാഭമാണ് എണ്ണ കമ്പനികൾക്കുണ്ടാകുന്നത്. കേന്ദ്ര നികുതിയും സംസ്ഥാന വിൽപ്പന നികുതിയുമാണ് എണ്ണ കമ്പനികൾ സർക്കാരുകളിലേക്ക് അടയ്ക്കേണ്ടത്.
ഇതിൽ സംസ്ഥാന സർക്കാരിന് നൽകേണ്ട വിൽപ്പന നികുതിയിലാണ് കമ്പനികൾ വൻതോതിൽ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്. പെട്രോൾ വിലയിൽ 25.68% വിൽപ്പന നികുതി. പെട്രോൾ ലിറ്ററിന് ഇപ്പോഴത്തെ വില 70 രൂപ 28 പൈസയാണ്. ഇതിൽ ഏതാണ്ട് 19 രൂപ വിൽപ്പന നികുതി ഇനത്തിൽ ഈടാക്കുന്നു. 9 രൂപ 20 പൈസയാണ് കേന്ദ്ര നികുതി. 51 രൂപ 15 പൈസയുടെ ഡീസൽ വിലയിൽ 19.8%, 1% സെസ് ഉൾപ്പെടെ നികുതിയായി എണ്ണ കമ്പനികൾ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. 1 ലിറ്റർ ഡീസലിന് ഏതാണ്ട് 11 രൂപ ഇത്തരത്തിൽ ഈടാക്കുന്നു. 3 രൂപ 56 പൈസയാണ് കേന്ദ്ര നികുതി. വിതരണക്കാരിൽ നിന്ന് എണ്ണ കമ്പനികൾ 48 ദിവസം മുമ്പ് തന്നെ മുൻകൂറായി ഈ തുക ഈടാക്കും. ഡീലർമാർ പിന്നീട് ഉപഭോക്താക്കളിൽ നിന്നും കമ്പനികളുടെ പ്രവർത്തനത്തിൽ ഇതിൻ്റെ പ്രൈസിംഗ് സ്ട്രക്ചറിൽ പ്രത്യേകിച്ച് ജനങ്ങളിൽ നിന്ന് വാങ്ങുന്ന സെയിൽ ടാക്സ് എമൗണ്ട് വളരെ അഡ്വാൻസ് ആയിട്ട് വാങ്ങുന്ന സെയിൽ ടാക്സ് എമൗണ്ട് ഞങ്ങൾ ഡീലർ സമൂഹം വാങ്ങുന്നതിന് മുമ്പ് തന്നെ കമ്പനികളിൽ സെയിൽ ടാക്സ് എമൗണ്ട് അടച്ചിട്ടുള്ളതാണ്. ഡീലർ മുൻകൂർ പേയ്മെൻറ്റ് കൊടുക്കാണ്ട് ഒരിക്കലും ഉൽപ്പന്നം ഞങ്ങൾക്ക് കമ്പനികളിൽ നിന്ന് തരുന്നതാണ്. കേരളത്തിൽ പ്രതിദിനം ഏകദേശം 2500 കിലോ ലിറ്റർ പെട്രോളും 5500 ലിറ്റർ ഡീസലും വിറ്റുപോകുന്നു എന്നാണ് കണക്കുകൾ. വിലവർദ്ധനവിന് സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളിലും ഡീലർമാരോടുള്ള സമീപനത്തിലും എണ്ണ കമ്പനികൾ പുലർത്തുന്ന നിലപാടുകളിലും വ്യാപകമായ പ്രതിഷേധമുണ്ട്. മീഡിയ 1 കൊച്ചി. നികുതി പിരിവിലെ സർക്കാർ അലംഭാവം ചൂണ്ടിക്കാട്ടിയപ്പോൾ വിചിത്രമായ രീതിയിലാണ് ധനമന്ത്രി പ്രതികരിച്ചത്. നികുതി കുടിശ്ശിക പുതിയ കാര്യമല്ല എന്നായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം. അതൊരു പുതുമയുള്ള വാർത്തയൊന്നുമല്ല. എല്ലാ കാലത്തും നികുതി അടയ്ക്കാൻ കുറേ തുക കാണും. കോടതികളിൽ സ്റ്റേ കാണും. അങ്ങനെ ഒരുപാട് തുകകൾ കാണും. ഞാൻ പിന്നീട് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെ വരണം. UPAയിൽ 2 അധികാര കേന്ദ്രങ്ങൾ സൃഷ്ടിച്ച് നടത്തിയ പരീക്ഷണം പരാജയമായെന്ന് AICC ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗ് പറഞ്ഞു. അടുത്ത പ്രധാനമന്ത്രി ആരായാലും മതിയായ അധികാരങ്ങൾ ഉണ്ടാവണം. പ്രധാനമന്ത്രിയെ കോൺഗ്രസ് അധ്യക്ഷൻ നിർദ്ദേശിക്കുന്ന രീതി രാഹുൽ ഗാന്ധി പിന്തുടരരുത്. പാർട്ടി അധ്യക്ഷനും പ്രധാനമന്ത്രിയും ഒരാൾ തന്നെ ആവണമെന്നും ദിഗ്വിജയ് സിംഗ് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. 2004 മുതൽ കോൺഗ്രസ് തുറന്നു പോരുന്ന പാർട്ടിക്കും സർക്കാരിനും 2 നേതൃത്വമെന്ന രീതി പരാജയമാണെന്ന് ദിഗ്വിജയ് സിംഗ് പറയുന്നു. എന്നാൽ സോണിയാഗാന്ധി ഭരണത്തിൽ ഇടപെട്ടിരുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് നേതൃത്വത്തിലേക്കും പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും താനില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടിനിടെ ദിഗ്വിജയ് സിംഗിന്റെ പുതിയ പ്രസ്താവനയ്ക്ക് പ്രാധാന്യമേറുകയാണ്. താൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കില്ലെന്ന് ജയ്പൂരിലെ AICC ചിന്തൻ ശിബിരിൽ രാഹുൽ ഗാന്ധി പറഞ്ഞുവെന്ന കാര്യം ദിഗ്വിജയ് സിംഗ് അഭിമുഖത്തിൽ നിഷേധിച്ചു. ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നതിനാണ് താൻ മുൻഗണന നൽകുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ദിഗ്വിജയ് സിംഗിന്റെ പുതിയ പ്രസ്താവന വിലയിരുത്തപ്പെടുന്നത്. കോൺഗ്രസ് ഭൂരിപക്ഷം നേടിയാൽ രാഹുൽ തന്നെ സർക്കാരിന്റെ നേതൃത്വം ഏറ്റെടുക്കുമെന്ന് കരുതുന്നതായി ദിഗ്വിജയ് സിംഗ് കൂട്ടിച്ചേർത്തു. ദിഗ്വിജയ് സിംഗിന്റെ പ്രസ്താവനയോട് കോൺഗ്രസിലെ മറ്റാരും ഇനിയും പ്രതികരിച്ചിട്ടുമില്ല. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന്. നമ്മോടൊപ്പമുണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകൻ MG രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ, സാമൂഹ്യ നിരീക്ഷകൻ ചെറിയാൻ ഫിലിപ്പ്, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നുണ്ട്. ഒപ്പം തന്നെ MP MI ഷാനവാസ് ടെലിഫോൺ ലൈനിൽ, KL മോഹനവർമ്മ വീക്ഷണത്തിന് മുൻ എഡിറ്റർ, അദ്ദേഹം കൊച്ചിയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ MI ഷാനവാസ്, ദിഗ്വിജയ് സിംഗ് ഒരു ദേശീയ മാധ്യമത്തിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇനി വരുന്ന പ്രധാനമന്ത്രിക്കെങ്കിലും ഒരു മുഴുവൻ അധികാരത്തോടു കൂടിയും ഭരിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാകണമെന്നാണ്. അതിൻ്റെ അർത്ഥം 2 തരത്തിൽ നമുക്ക് വായിച്ചെടുക്കാം. ഒന്ന്, പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ കാര്യപ്രാപ്തിയെ അദ്ദേഹം പരാമർശിക്കുന്നു. മറ്റൊന്ന്, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ഇടപെടൽ ഈ ഭരണത്തിലുണ്ടാകുന്നുവെന്ന്. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതായിരിക്കണം. അതായത് രാഹുൽ ഗാന്ധി AICCയുടെ വൈസ് പ്രസിഡന്റാണ്. ഇന്ന് ഡിഫാക്ടോ കോൺഗ്രസിന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രി ആകേണ്ട സാഹചര്യം ഉണ്ടാവും എന്നുള്ള ഒരു അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നുള്ളതല്ലാതെ രാഹുൽ ഗാന്ധി തന്നെ മൻമോഹൻ സിംഗിനെ ഇകഴ്ത്തി ഒരു വാചകം പോലും ഇതുവരെ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. അതല്ല ദിഗ്വിജയ് സിംഗിന്റെ സ്റ്റേറ്റ്മെന്റ് മുഴുവൻ എനിക്ക് കാണുവാൻ അവസരം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, I think whoever is the Prime Minister must have the authority to function എന്നാണ്. അതെ, അതായത് ഇനി വരുന്ന അടുത്ത പ്രധാനമന്ത്രിയായിട്ട് വരാൻ പോകുന്ന ആള് സ്വാഭാവികമായിട്ടും സംഘടനയുടെ കൂടെ സമ്പൂർണ്ണ ചുമതലയുള്ള ആളാവണം എന്ന് പറയുന്നത് കൊണ്ട് പിന്നെ മൻമോഹൻ സിംഗിന് അങ്ങനെ കഴിഞ്ഞിട്ടില്ല എന്ന് അർത്ഥമാക്കേണ്ടതില്ല. ശരി, UPAയിലെ 2 അധികാര കേന്ദ്രങ്ങൾ എന്ന ആശയം, എന്ന പരീക്ഷണം പരാജയമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതായത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുള്ള ആൾ ഭരണത്തലവൻ കൂടിയായിരിക്കണം,
പാർട്ടിയുടെയും രാജ്യത്തിൻ്റെയും തലവൻ ഒരാളായി നിൽക്കുമ്പോൾ കുറെ കൂടി ശക്തമായ നിലയിൽ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആവണമെന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം തെറ്റുമാണ്. കാരണം മൻമോഹൻ സിംഗ് സോണിയാഗാന്ധി കോമ്പിനേഷൻ ഇന്ത്യയിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ പിന്നെ അങ്ങനെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ഉദ്ദേശിച്ചാൽ തന്നെയും തെറ്റാണ്. ശ്രീ എം ഐ ഷാനവാസ്, അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാമോ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗിന്റെ പ്രസ്താവന? പ്രത്യേകിച്ച് മൻമോഹൻ സിംഗിനെതിരെ മൻമോഹൻ സിംഗ് ദുർബലനായ പ്രധാനമന്ത്രിയാണ് എന്ന ആരോപണം BJP നേരത്തെ ഉന്നയിച്ചിരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം മൻമോഹൻ സിംഗിന്റെ പ്രതിച്ഛായയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. അതിനുശേഷമാണ് കോൺഗ്രസിന്റെ തന്നെ ജനറൽ സെക്രട്ടറി പറയുന്നത് 2 അധികാര കേന്ദ്രങ്ങൾ ഉണ്ടായി എന്നത് പരാജയമായിരുന്നു, ആ പരീക്ഷണം പരാജയമായിരുന്നു എന്ന്. എന്തിനാ അദ്ദേഹം പറയാത്ത കാര്യമൊക്കെ അദ്ദേഹത്തിന്റെ വായിലേക്ക് നിങ്ങൾ കുത്തിത്തിരിയുന്നത്? ഞാൻ ഹൈപ്പോത്തറ്റിക്കലായിട്ട് താങ്കൾ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞു. ഇപ്പൊ താങ്കൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് പറയുന്നതെങ്കിൽ തന്നെയും അതിന് ശരിക്കേടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല ദിഗ്വിജയ് സിംഗ് ഉദ്ദേശിച്ചത് എന്ന് ആദ്യം. അങ്ങനെയാണ് എന്ന് സംശയിക്കേണ്ട സാഹചര്യം എന്താണ് എന്ന് വെച്ചാൽ പല ഘട്ടങ്ങളിലും സർക്കാരിന്റെ നയസമീപനങ്ങളെ പരസ്യമായി തന്നെ അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും എതിർക്കുകയും അതിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ള മുതിർന്ന നേതാവാണ് ദിഗ്വിജയ് സിംഗ്. അത് നിങ്ങൾ പിന്നെ ദിഗ്വിജയ് സിംഗ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺഗ്രസിന്റെ അകത്ത് ജനാധിപത്യ സംവിധാനം ഉള്ള ഒരു കോൺഗ്രസിന്റെ അകത്ത് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിന് വേണ്ടിയുള്ള വേദികളുണ്ട്. പക്ഷേ ഇപ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും ദിഗ്വിജയ് സിംഗ് ഉദ്ദേശിച്ചിട്ടില്ല. ശ്രീ എം ഐ ഷാനവാസ്, താങ്കൾ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരൂ. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, എങ്ങനെയാണ് ഈ പരാമർശത്തെ മനസ്സിലാക്കേണ്ടത്? എന്താണ് അതിലുള്ള രാഷ്ട്രീയ പൊരുൾ? ദിഗ്വിജയ് സിംഗ് കുറേ നാളുകളായിട്ട് രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ കോച്ചാണ്. അതായത് രാഹുൽ ഗാന്ധിയെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട പണിയാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങളോടൊപ്പം തന്നെ അതേസമയം കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുക എന്നതും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമാണ്. സഞ്ജയ് ഗാന്ധിയെ കിരീടാവകാശിയാക്കാൻ വേണ്ടി ചില വൈതാളികന്മാർ അടിയന്തരാവസ്ഥ കാലത്ത് ശ്രമിച്ചിരുന്നു. അതിന് സമാനമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ കാണുന്നത്. നാളെ രാഹുൽ ഗാന്ധി 2 സ്ഥാനങ്ങളും ഒരുമിച്ച് വഹിക്കണമെന്ന ഒരു ചിന്ത വളർത്താനാണ് ശ്രമിക്കുന്നത്. കോൺഗ്രസിൻ്റെ ചരിത്രം നോക്കുമ്പോൾ നേരത്തെ ഇന്ത്യയുടെ പാരമ്പര്യം അനുസരിച്ചാണെങ്കിൽ പാർട്ടി സമ്പ്രദായമാണ്. കക്ഷി സമ്പ്രദായം അനുസരിച്ച് കക്ഷി നയരൂപീകരണം നടത്തുകയും പാർലമെൻറ്റ് ഡെമോക്രസിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ അടങ്ങുന്ന എക്സിക്യൂട്ടീവ് അധികാരം പ്രധാനമന്ത്രിയിലും മന്ത്രിസഭയിലുമാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ജവഹർലാൽ നെഹ്റു പൂർണ്ണമായ അർത്ഥത്തിൽ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് വേറെ ആളായിരുന്നു. ഇന്ദിരാഗാന്ധി ആയിരുന്നപ്പോൾ ആദ്യകാലങ്ങളിൽ നിജൻകപ്പെ പോലുള്ളതായിരുന്നു. കാമരാജ് ആയിരുന്നു ഒരു കാലത്ത് നെഹ്റുവിൻ്റെ കാലത്ത് പ്രതാപവാനായ കോൺഗ്രസ് പ്രസിഡന്റ്. പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത് പോലും DK ബറുവ, ബ്രഹ്മാനന്ദ റെഡ്ഡി തുടങ്ങിയ കോൺഗ്രസ് പ്രസിഡന്റുമാരുണ്ടായിരുന്നു. പിന്നീട് ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഇന്ദിരാഗാന്ധി തന്നെ വീണ്ടും 2 സ്ഥാനങ്ങൾ വഹിച്ചു. രാഹുൽ ഗാന്ധിയും വഹിച്ചു. ഒടുവിൽ നരസിംഹറാവു വഹിച്ചു. അത് ജനാധിപത്യ നിഷേധമാണ്. എം ഐ ഷാനവാസ് പറഞ്ഞത് അതുതന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, കോൺഗ്രസിന്റെ ചരിത്രം നോക്കിയാൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയാണ് ഇന്ദിര എന്ന് പറഞ്ഞ കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിയാകുന്ന നെഹ്റു കുടുംബത്തിലെ അംഗത്തിനോട് വിധേയത്വം പുലർത്തുന്നവരായി നിൽക്കുക എന്ന പാരമ്പര്യം മാറി നെഹ്റു കുടുംബത്തിലെ അംഗം പ്രസിഡന്റും പ്രധാനമന്ത്രി മറ്റൊരാളുമായതിൻ്റെ അസ്വസ്ഥതകൾ ഒരുപക്ഷെ ഭരണത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതിൻ്റെ ബാക്കി ആയിക്കൂടെ ദിഗ്വിജയ് സിംഗിൻ്റെ ഇപ്പോഴത്തെ പ്രസ്താവന? അങ്ങനെ പറയാൻ പറ്റില്ല. സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രിയാവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സോണിയാഗാന്ധിയുടെ പ്രതിനിധിയായ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ സോണിയാഗാന്ധി പറയുന്നതിനപ്പുറം പോകാൻ ഒരിക്കലും മൻമോഹൻ സിംഗ് തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഭരണം നടത്തുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടങ്ങിയ സംഘം തന്നെയാണ്. വർമ്മ, UPAക്കകത്ത് 2 അധികാര സ്ഥാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണം ഒരു പരാജയമായിരുന്നു എന്ന് ദിഗ്വിജയ് സിംഗ് പറയുമ്പോൾ അത് വരുന്ന തിരഞ്ഞെടുപ്പിന് ശേഷം ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാൻ, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സഖ്യം അധികാരത്തിലേക്ക് വരാൻ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അത് P. ചിദംബരത്തിനെ പോലെയുള്ള നേതാക്കളെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുന്നതിനെ തടയുകയും രാഹുൽ ഗാന്ധിയെ പാർട്ടിയുടെയും ഭരണത്തലവനുമായി അവരോധിക്കുകയും ചെയ്യുക എന്ന ഗൂഢ ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ലേ ഈ പരാമർശം? അങ്ങനെയും ഒരു വ്യാഖ്യാനം ഇതിന് നൽകിക്കൂടെ? ഇതിൽ ദിഗ്വിജയ് സിംഗിനെ പോലുള്ള ഒരാൾ
പ്രത്യേകിച്ചും ജനാധിപത്യ സംവിധാനത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കോൺട്രിബ്യൂഷൻ വളരെയുണ്ട്. അദ്ദേഹത്തിന് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് വളരെ ആശയപരമായിട്ട് ഒറിജിനാലിറ്റി വളരെയുള്ള ഒരാളാണ്. അദ്ദേഹം ഈ പറഞ്ഞ നമ്മുടെ ഡെമോക്രസിയുടെ വളർച്ചയിൽ പാർട്ടിയും എക്സിക്യൂട്ടീവ് ഞാൻ പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. ആ എക്സിക്യൂട്ടീവ് തമ്മിൽ എപ്പോഴും ഒരാളാകുന്നതിന് പകരം രണ്ട് തരത്തിലാണെങ്കിൽ ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെയും അതുപോലെ തെറ്റുതിരുത്തലുകളുടെയും അല്ലെങ്കിൽ നേരത്തെ തന്നെ ചില ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ മുമ്പേ കാണുന്നതിനും ഒക്കെയുള്ള ഒരു സൗകര്യം ഉണ്ടായത് ജനാധിപത്യത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ്. നമ്മൾ ജനാധിപത്യത്തിൻ്റെ ഓരോ പടികളും കടന്ന് വരികയാണ്. പല പരീക്ഷണങ്ങളിലൂടെയാണ് ഇന്ത്യൻ ജനാധിപത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കൂട്ടുകെട്ടി ഭരണവും ഇതുപോലെ ഇതെല്ലാം വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ആശയം എന്നുള്ള രീതിയിൽ മുമ്പോട്ട് വെച്ചതാണ്. എന്തായാലും ഒരു കാര്യമുണ്ട്, രണ്ടും കൂടി ഒരാൾ തന്നെ എടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അതാണ് ജവഹർലാൽ നെഹ്റുവിന്റെ KL മോഹൻ വർമ്മ അങ്ങനെ സാങ്കേതികമായ അർത്ഥത്തിൽ പറയാമെങ്കിലും ഇപ്പോൾ തന്നെ സർക്കാരിൻ്റെതായി പുറത്തു വരുന്ന പല നയങ്ങളുടെയും ബുദ്ധികേന്ദ്രം 10 ജൻപത്താണ് എന്ന വിമർശനം ശക്തമായുണ്ട്. തീർച്ചയായിട്ടും പാർട്ടിയല്ലേ ഭരിക്കുന്നത്. പാർട്ടിയുടെ നേതൃത്വത്തിന് കൊടുക്കുന്ന ആശയങ്ങളെ എങ്ങനെ കൺവെർട്ട് ചെയ്ത് അഡ്മിനിസ്ട്രേറ്റീവ് രീതിയിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ പ്രൈം മിനിസ്റ്ററുടെ പ്രധാനപ്പെട്ട ചുമതല. ഇന്നത്തെ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് പോലല്ല, അമേരിക്കൻ ജനാധിപത്യം പോലെ അല്ല നമ്മുടേത്. ഇവിടുത്തെ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ ഈ രണ്ട് ഭാഗങ്ങളും ഇതൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് മുമ്പോട്ട് പോകേണ്ടതാണ്. അതിൻ്റെ ഒരു ആശയം തീർച്ചയായിട്ടും ഒരു ചർച്ചയ്ക്കായിട്ട് മുമ്പോട്ടിടുകയാണ് ഇതിൽ നിന്ന് ചെയ്തതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഈ പറഞ്ഞതിൽ നമ്പർ 10 ജൻപത്തിൻ്റെ കയ്യിലെ പാവയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന ആരോപണം രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ മൻമോഹൻ സിംഗ് സ്വന്തം കാര്യങ്ങൾ വിദേശ നയത്തിലാണെങ്കിലും സാമ്പത്തിക നയത്തിലാണെങ്കിലും സ്വന്തം അജണ്ട ഭംഗിയായി നടപ്പാക്കുന്ന പ്രധാനമന്ത്രി തന്നെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വിലയിരുത്തേണ്ടി വരും. ആ വൈരുദ്ധ്യം കോൺഗ്രസിനെ വലയ്ക്കുന്നുണ്ടാകുമോ? ഒരുപക്ഷെ ഇത്തരം ആശയങ്ങൾ ദിഗ്വിജയ് സിംഗിനെ പോലെയുള്ള നേതാക്കൾ പുറത്ത് പറയുന്നത് അതുകൂടി കണക്കിലെടുത്താകില്ലേ? സോണിയാഗാന്ധി ആണെങ്കിലും മൻമോഹൻ സിംഗ് ആണെങ്കിലും അവരെ നിയന്ത്രിക്കുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള ചില ബാഹ്യശക്തികളാണ്. ആ ബാഹ്യശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായല്ലാതെ മൻമോഹൻ സിംഗിനും സോണിയാഗാന്ധിക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. രാഹുൽ ഗാന്ധിയും ആ പാതയിൽ തന്നെയാണ് നീങ്ങുന്നത്. അപ്പോൾ രണ്ടുപേരുടെ കയ്യിലും അധികാരം വ്യത്യസ്തമായ രീതിയിലുണ്ടെങ്കിൽ പോലും എല്ലാം പുറമേയുള്ള അധികാരങ്ങൾക്ക് കീഴ്പ്പെടേണ്ടി വരുമ്പോൾ മൻമോഹൻ സിംഗിനും സോണിയാഗാന്ധിക്കും ഒരു കേന്ദ്രത്തിൻ്റെ അധികാരത്തിൽ തന്നെ കേന്ദ്രീകരിക്കേണ്ടതായി വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സോണിയാഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് പ്രസിഡന്റ് തീരുമാനിക്കുന്നതനുസരിച്ചാണ് മൻമോഹൻ സിംഗ് നീങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല. രണ്ടുപേരെ നിയന്ത്രിക്കുന്നത് വേറെ ആളുകളാണ്. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന സാഹചര്യം അതല്ല. ഇവിടെ 1975 സഞ്ജയ് ഗാന്ധിയെ കിരീടാവകാശിയാക്കാൻ ശ്രമിച്ചതുപോലെ രാഹുൽ ഗാന്ധിയെ കിരീടാവകാശിയാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു വൈതാളിക സംഘം, ആ വൈതാളിക സംഘത്തിന്റെ പ്രമുഖനാണ്. താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ MG രാധാകൃഷ്ണൻ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ MG രാധാകൃഷ്ണൻ, ദിഗ്വിജയ് സിംഗ് ഒരു ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് 2 അധികാര കേന്ദ്രങ്ങൾ വെച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണം UPA സംബന്ധിച്ചൊരു പരാജയമായിരുന്നു. കോൺഗ്രസിൻ്റെ നേതാവും രാജ്യത്തലവനും ഒരാൾ തന്നെയാകുന്നതാണ് കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ഏറ്റവും നല്ലതെന്നാണ്. എന്തായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്? കേൾക്കാമോ താങ്കൾക്ക്? ഒന്നുകൂടെ ചോദിക്കുമോ? ദിഗ്വിജയ് സിംഗ് ഒരു ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് 2 അധികാര സ്ഥാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് UPA നടത്തിയ പരീക്ഷണം ഒരു പരാജയമായിരുന്നുവെന്നും കോൺഗ്രസിന്റെ തലപ്പത്തും രാജ്യത്തിന്റെ തലപ്പത്തും ഒരാൾ തന്നെ വരുന്നതാണ് കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ഏറ്റവും നല്ലതെന്നാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നുമാണ്. എന്തായിരിക്കും ദിഗ്വിജയ് സിംഗ് ഈ പ്രസ്താവനയിലൂടെ ഉദ്ദേശിച്ചത്? അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കോൺഗ്രസ് UPA ഗവൺമെന്റിന്റെ സമീപകാലത്തെ ഏറ്റവും വലിയ ദൗർബല്യം അതിനൊരു രാഷ്ട്രീയ നേതൃത്വം ഇല്ലാതായി പോയെന്നും അത് കുറെ ഉദ്യോഗസ്ഥ പ്രമാണിമാരുടെ സ്വഭാവമുള്ള ഒരുതരം ടെക്നോക്രാറ്റ്സ് ആയിട്ടുള്ള മൻമോഹൻ സിംഗ്, കപിൽ സിബൽ, ചിദംബരം ഇങ്ങനെ തുടങ്ങിയ കുറെ ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത കുറെ ടെക്നോ ബ്യൂറോക്രാറ്റ്സുകളുടെ ഭരണത്തിലേക്ക് പോയി. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അഭാവം, വളരെ വ്യക്തമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ സമയത്ത് ഗവൺമെന്റിന്റെ ഉണ്ടായ പിന്നോട്ടടി, ഈ പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ ഉണ്ടായ ബുദ്ധിമുട്ട്, ഇതൊക്കെ കോൺഗ്രസിന്റെ ദീർഘകാല രാഷ്ട്രീയ നേതൃത്വ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്ന് ഒരു 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 ഇടർച്ചയാണ്. അപ്പൊ
ഇടർച്ചയാണ് ഇന്ന് യു പി എ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് നിരീക്ഷകർ ഒരുപാട് കോൺഗ്രസിനകത്തും പുറത്തും കരുതുന്നുണ്ട്. അതിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒരു പുനരാഗമനം ആവശ്യമാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിന്റെ ഒരു ബഹിസ്ഫുരണമായിട്ടാണ് ഞാൻ ദിഗ്വിജയ് സിംഗിനെ പോലെയുള്ള വളരെ ഓർമ്മബുദ്ധിയായ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഈ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ ശ്രീ എം ജി രാധാകൃഷ്ണൻ, ദിഗ്വിജയ് സിംഗിനെ പോലെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പരിചയമുള്ള നേതാക്കൾ പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്കും അവരോധിക്കണമെന്നാണ്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള പ്രണബ് മുഖർജിയെ പോലെയോ ദിഗ്വിജയ് സിംഗിനെ പോലെയോ അത്തരം നേതാക്കളല്ല നേതൃസ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെടുന്നതും. ഇതൊരു വൈരുദ്ധ്യമായി നിലനിൽക്കില്ലേ? താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ ശക്തമായ ഒരു നേതൃത്വമാകില്ലല്ലോ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വമാകുമ്പോൾ ഉണ്ടാവുക. അതല്ലേ, കോൺഗ്രസിന് കുടുംബവാഴ്ചയിൽ നിന്ന് മോചനമില്ല തൽക്കാലത്തേക്ക്. ഇന്ദിരാഗാന്ധി ആയാലും രാജീവ് ഗാന്ധി ആയാലും വീണ്ടും അത് രാഹുൽ ഗാന്ധി വന്നതും ഒക്കെ കുടുംബവാഴ്ചയുടെ അത് ഒഴിവാക്കാനാവാത്ത ഒരു ക്യാരക്ടറാണ് കോൺഗ്രസിന്റെ. അപ്പോൾ പക്ഷെ അതേ സമയത്ത് അതിൽ നിന്ന് പോലും ഒരു തരം വിട്ടുനിന്ന വേർപെട്ട് നിന്ന ഒരു ഭരണവ്യവസ്ഥയാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് യു പി എ ഗവൺമെന്റ് ഉണ്ടാവുന്നത്. അതിന്റെ ദൗർബല്യം കാരണം നമ്മൾ ഈ കോൺഗ്രസ് കുടുംബവാഴ്ചയാണെങ്കിലും നെഹ്റു ഫാമിലിയുടെ പ്രത്യേകത അവര് ജനങ്ങളുമായിട്ട്. എം ജി രാധാകൃഷ്ണൻ, ഞാനൊന്ന് ഇടപെടട്ടെ. താങ്കളുടെ ടെലിഫോൺ ലൈൻ ക്ലിയർ അല്ല, അത് കൃത്യമായി കേൾക്കാൻ കഴിയുന്നില്ല. വളരെയധികം നന്ദി താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ സന്നദ്ധത കാണിച്ചതിന്. ശ്രീ എം ഐ ഷാനവാസ്, കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ആൾ പാർട്ടിയുടെ ദേശീയ നേതാവാണ്, സംഘടനയുടെ തലവനാണ്. അങ്ങനെയുള്ള ഒരാൾ തന്നെ ഭൂരിപക്ഷം കിട്ടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു സഖ്യം അധികാരത്തിൽ വരുമ്പോൾ പ്രധാനമന്ത്രിയാകുന്നത് കൂടുതൽ നല്ലതായിരിക്കും എന്ന ദിഗ്വിജയ് സിംഗിൻ്റെ വ്യക്തിപരമെന്ന് അദ്ദേഹം പറയുന്ന പരാമർശത്തെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ശ്രീ എം ഐ ഷാനവാസ്, റൈറ്റ്, ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുന്നു. റൈറ്റ്, ശ്രീ കെ എൽ മോഹനവർമ്മ, ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ പരാമർശം, ദിഗ്വിജയ് സിംഗ് ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ പരാമർശം സ്വാഭാവികമായും 2004 മുതൽ കോൺഗ്രസ് പിന്തുടരുന്ന ഒരു രീതി, അതായത് 2 അധികാര കേന്ദ്രങ്ങൾ എന്ന രീതി, അതിലൊരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ് എന്ന ഒരു വിചാരത്തിന് എന്നൊരു ചർച്ചയ്ക്ക് തുടക്കമിടുകയും. തീർച്ചയായിട്ടും ഇത് ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ഭൗതികമായ സാമ്പത്തികമായ ഉള്ള എല്ലാ പുരോഗതിയുടെയും വലിയൊരംശം, വളരെ ഭൂരിപക്ഷമായ അംശം ഇപ്പോഴും മിഡിൽ ക്ലാസ്സും അതിന് മുകളിലുള്ളവരുടെയും കയ്യിലാണ് ഇരിക്കുന്നത്. താഴത്തെ ലെവൽ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും മധ്യപ്രദേശിലുമുള്ള പാവപ്പെട്ട ജനങ്ങളുടെ അടുത്തേക്ക് ഒരു സാമൂഹ്യ നീതിയുടെ ഭാഗമെന്ന പോലും നമ്മുടെ ഇതിൻ്റെ വലിയ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ചെന്നെത്തുന്നില്ല. അതിനിടയ്ക്കൊരു വലിയ ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിൻ്റെ ഒരു പ്രധാന കാരണം രാഷ്ട്രീയമായിട്ട് വളരെ ജനങ്ങളുമായിട്ട് ബോധമുള്ള അറിവുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഏറ്റവും മുകളിൽ ഇരുന്നാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. നമ്മൾ ടെക്നോളജിസ്റ്റോ അല്ലെ ബൗദ്ധികമായിട്ട് വളരെയധികം കഴിവുള്ളവരോ വലിയ ചിന്തകളുള്ളവരോ അറിവുള്ളവരോ മാത്രം ഇരുന്നുകൊണ്ട് കാര്യമില്ല. പാവങ്ങളെക്കുറിച്ച് അറിയുന്നവരും വേണം. ഛത്തീസ്ഗഡിലെ ശരിക്കുള്ള പാവങ്ങളുടെ കാര്യങ്ങളിലേക്ക് ചിന്തകൾ കൊണ്ടുവരാൻ സോണിയാഗാന്ധി ഒരാളുടെ ശക്തി കൊണ്ട് മാത്രമാണ് അവിടെ മറ്റൊന്നും ബഹളം ഉണ്ടാകാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിക്കുമായിരുന്നു നമുക്ക് അറിഞ്ഞു. താങ്കൾ പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം ദുർബലനാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇവിടെ BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷവും വിമർശിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു പരിധിവരെയെങ്കിലും കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, മറിച്ച് അദ്ദേഹം ഒരു ബ്യൂറോക്രാറ്റാണ് എന്നതാണോ? അദ്ദേഹം ദുർബലനാണെന്നുള്ളതല്ല, അദ്ദേഹം ഇതിൽ വളരെ പ്രധാനം ഒരു ഗാന്ധിയൻ ചിന്താഗതി ഇല്ലാതെ, ഗാന്ധിയൻ ചിന്താഗതി പ്രാവർത്തികമാക്കുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക സമീപനമില്ലാതെ ഇവിടെ സാമൂഹ്യനീതി നടപ്പാക്കാൻ പറ്റുകയില്ല. അതിനു വേണ്ടത് പുസ്തകങ്ങളിലുള്ള അറിവിനേക്കാളും കൂടുതൽ വളരെ പ്രധാനമായിട്ട് ഇന്ത്യൻ ഗ്രാമങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. ഇതൊരു രാഷ്ട്രീയക്കാരനെ പറ്റുള്ളൂ. ഷാനവാസ് വീണ്ടും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷാനവാസ്, ഉയർന്നു വരുന്ന ഒരു ആശയം രാഷ്ട്രീയക്കാരനായ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് പ്രായോഗിക പരിചയമുള്ള ജനങ്ങളുമായി ബന്ധമുള്ള ഒരു നേതൃത്വമാണ് ഉണ്ടാകേണ്ടത്. അതാണ് കോൺഗ്രസിനും UPAയ്ക്കും കൂടുതൽ ഗുണകരമാവുക എന്നൊരാശയം ഉയർന്നു വരുന്നു. ആ ഘട്ടത്തിൽ ഇപ്പോൾ ദിഗ്വിജയ് സിംഗ് ഉന്നയിച്ച ആശയത്തോട് താങ്കൾ ഒരു പക്ഷേ യോജിച്ചേക്കും?
ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. ദിഗ്വിജയ് സിംഗ് എപ്പോഴെങ്കിലും ഈ പ്രസ്താവനയെ പറഞ്ഞിട്ടുണ്ടോ രണ്ടും രണ്ടായിട്ട് നിൽക്കുന്നത് ആയിരുന്നു, അത് പരാജയമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാചകം പേഴ്സണലി ഐ ഫീൽ ദിസ് മോഡൽ ഹാസ് ഇൻ വർക്ക് വെരി വെൽ ബിക്കോസ് ഐ പേഴ്സണലി ഫീൽ ദർ ഷുഡ് നോട്ട് ബി 2 പവർ സെന്റേഴ്സ് എന്നാണ്. അതിന്റെ അർത്ഥം അത് പരാജയമാണെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് ഐ ഫീൽ ദിസ് മോഡൽ ഹാസ് ഇൻ വർക്ക് വെരി വെൽ എന്നാണ്. ഈ മാതൃക ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നാണ്. അല്ലല്ല, അത് വേറെ പ്രശ്നം. അതല്ലാതെ ഇത് പരാജയമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടാകും. രണ്ടും ഒന്നാകണമെന്നും രണ്ടും രണ്ടാകണമെന്നും ഉള്ള അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടും ചർച്ചയ്ക്ക് വരും. അപ്പൊ അദ്ദേഹം പറയാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഏതായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പൊ മൻമോഹൻ സിംഗും രാഹുൽ ഗാന്ധിയും തമ്മിലൊന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇവിടെ ചെറിയാമ്പരിപ്പ് നേരത്തെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, വിദേശ ശക്തികളാണ് നിയന്ത്രിക്കുന്നത്. അത് അദ്ദേഹം ഇപ്പോൾ നിലകൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു ആശയമാണ്. അതൊന്നും ഈ രാജ്യത്ത് വിലപ്പോകാൻ പോകുന്നില്ല. കോൺഗ്രസിനെ നയിക്കുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ്. മൻമോഹൻ സിംഗ് ആണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും വർക്ക് ചെയ്തു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല, യാതൊരു സംശയമില്ല. പ്രധാനമന്ത്രിയെ നിർദ്ദേശിക്കുന്ന സോണിയാഗാന്ധിയുടെ കോൺഗ്രസ് അധ്യക്ഷയുടെ രീതി രാഹുൽ ഗാന്ധിയെങ്കിലും പിന്തുടരരുത് എന്നാണ് തന്റെ അഭിപ്രായം എന്നാണ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ഒരാൾ പാർട്ടിയുടെ ദേശീയ നേതാവാണ്, സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു വ്യക്തി തന്നെ ഇപ്പോൾ അധികാരത്തിൽ വരാൻ ആകുമ്പോൾ ഭരണത്തലവനാകുന്നത് കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് സഹായകരമാകും എന്ന് പറയുമ്പോൾ അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇപ്പൊ നമുക്കൊരു കാര്യം അറിയാമല്ലോ, സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആകണമെന്ന് പറഞ്ഞ് ഭൂരിപക്ഷം എംപിമാർ ഒപ്പിട്ട് കൊടുത്തല്ലോ. ഹർകിഷൻ സിംഗ് സുർജിത്ത് ചെറിയാമ്പലത്തിന്റെ പാർട്ടിയുടെ അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറിയും ഒപ്പിട്ട് കൊടുത്തല്ലോ. എന്നിട്ട് ആകാമായിരുന്നിട്ടും ആകാതെ മൻമോഹൻ സിംഗിനെ ആക്കിയ ആളാണ് ശ്രീമതി സോണിയാഗാന്ധി. അതേപോലെ രാഹുൽ ഗാന്ധിക്ക് തീരുമാനമെടുക്കാനുള്ള പ്രാപ്തിയുണ്ട്. രാഹുൽ ഗാന്ധി ഇലക്ഷന് കോൺഗ്രസിനെ നയിച്ചു കഴിഞ്ഞാൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസിനും കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾക്കും അധികാരത്തിൽ വരാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ അപ്പോൾ തീരുമാനിക്കും. അല്ലാതെ ദിഗ്വിജയ് സിംഗ് പറഞ്ഞ കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും ഊതി വീർപ്പിച്ച് പെരുപ്പിച്ച് ഒരു കഥയുണ്ടാക്കി നടത്തുന്ന ഈ ചർച്ച അപ്രസക്തമായ യാതൊരു കഥയും ഇല്ലാത്ത ചർച്ചയാണ്. വീണ്ടും ഒരിക്കൽ കൂടി ചെറിയാൻ ഫിലിപ്പിലേക്ക്. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഷാനവാസ് പറഞ്ഞത് താങ്കൾ ഒരുപക്ഷെ കേട്ട് കാണും. രാഷ്ട്രീയ നേതൃത്വം അധികാരത്തിലേക്ക് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും, മൻമോഹൻ സിംഗിന് ബ്യൂറോക്രാറ്റ് എന്ന നിലയിലുള്ള പ്രോമിനൻസ് ആണുള്ളത്. സോണിയാഗാന്ധിക്ക് കുറെ കൂടെ ജനകീയ കോൺഗ്രസ് പാർട്ടിയുമായും ജനങ്ങളുമായും അടുത്ത ബന്ധമുണ്ട് എന്ന ആശയം നിലനിൽക്കുന്നു. പുതിയ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നത് കൊണ്ട് ഈ ഇക്വേഷനിൽ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു മാറ്റം ജനങ്ങളുമായി കൂടുതൽ അടുപ്പമുണ്ടാകുന്നു, പാർട്ടി കൂടുതൽ ജനങ്ങളിലേക്ക് അടുക്കുന്നു, ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കോൺഗ്രസിൻ്റെ പഴയ പാരമ്പര്യം അനുസരിച്ച് ഭരണവിഭാഗവും സംഘടനാ വിഭാഗവും ഉണ്ടായിരുന്നുണ്ട്. ഭരണരംഗത്ത് സുശക്തമായ നേതൃത്വം ഉള്ളതുപോലെ തന്നെ സംഘടനാ രംഗത്ത് സുശക്തമായ നേതൃത്വം ഉണ്ടായ ഒരു പാരമ്പര്യമാണ് പഴയ കോൺഗ്രസിൽ ഉണ്ടായിരുന്നിട്ടുള്ളത്. ചില ഘട്ടങ്ങളിൽ മാത്രം രണ്ടും ഒരുമിച്ച് വന്നപ്പോൾ ഏകാധിപത്യ പ്രവണത ഉണ്ടായി എന്ന് ഷാനവാസ് തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. അതേസമയം ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു പ്രത്യേകത, സോണിയാഗാന്ധി സംഘടന നയിക്കുന്നു, മൻമോഹൻ സിംഗ് ഭരണത്തെ നയിക്കുന്നു. പക്ഷേ ഭരണത്തെ നയിക്കുന്ന മറ്റ് പ്രധാനമന്ത്രിമാർക്ക് ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു ജനകീയ പിന്തുണ മൻമോഹൻ സിംഗിനുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ആരും തന്നെ അത് സമ്മതിക്കില്ല. കാരണം അദ്ദേഹം ഇപ്പോഴും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പോലെയാണ്. പക്ഷേ സോണിയാഗാന്ധി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഉണ്ടായത് രാജീവ് ഗാന്ധിയുടെ വിധവയായതുകൊണ്ടും അങ്ങനെ കിട്ടിയ ഒരു പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത കാലത്താണ് ഒരു ജനനേതാവായി വന്നിട്ടുള്ളത്. അതൊന്നും ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ സോണിയാഗാന്ധിയുടെ കാലശേഷം അല്ലെങ്കിൽ ഇരിക്കെ തന്നെ രാഹുൽ ഗാന്ധിയെ സംഘടനയുടെയും ഭരണത്തിൻ്റെയും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. ഷാനവാസ് MP പറഞ്ഞതുപോലെ ഈ ചർച്ച അപ്രസക്തമാണോ എന്നത് ദിഗ്വിജയ് സിംഗിന്റെ പരാമർശം ഉണ്ടാക്കുന്ന പ്രതികരണങ്ങളിൽ വരും ദിവസങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. വളരെയധികം നന്ദി ശ്രീ ഷാനവാസ് MP, MG രാധാകൃഷ്ണൻ, ശ്രീ KL മോഹനവർമ്മ, ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയതിനാണ്.